ഇന്ന് നമ്മൾ പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ അടുത്ത ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ. അടുത്ത നെയിം ടൈം ടേബിൾ. ടൈം ടേബിൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിന് പോലും കൃത്യമായിട്ട് ടൈം ടേബിൾ വേണം എന്ന് തന്നെയാണ് എല്ലാവരും പറയാറുള്ളത്. അടുക്കും ചിട്ടയോടും കൂടി നമുക്ക് എല്ലാം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ടൈം ടേബിൾ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മളുടെ സ്കൂൾ ഫീൽഡിൽ അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിൽ ഏറ്റവും നല്ല ബന്ധമുള്ള ഒരു വാക്കാണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ദ ടൈം ടേബിൾ ഹാസ് റൈറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആസ് ദ സെക്കൻഡ് സ്കൂൾ ക്ലോക്ക്. സെക്കൻഡ് സ്കൂൾ ക്ലോക്ക് എന്നാണ് ടൈം ടേബിളിനെ പറയുന്നത് തന്നെ. നമുക്കറിയാം, അത്രയും ഡേറ്റ് കൃത്യം ടൈമിങ്ങിൽ വരുന്ന ആക്ടിവിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ടൈം ടേബിളിൽ. ഇറ്റ് സപ്ലൈസ് ദ ഫ്രെയിംവർക്ക് വിത്തിൻ ദ സ്കൂൾ വർക്ക് പ്രൊസീഡ്സ്. ഓരോ സ്കൂളിൽ ആ സ്കൂൾ ആക്ടിവിറ്റീസ് പ്രൊസീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് നമ്മൾ ടൈം ടേബിളിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്ര സമയത്ത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും, ഇത്ര സമയത്ത് അസംബ്ലി, ഇത്ര പീരീഡ്, ഓരോരോ ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. അതുകൂടാതെ ഇത്ര സമയത്ത് ഇന്റർവെൽ ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഫുൾ ആക്ടിവിറ്റീസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻസ്ട്രുമെന്റ് ത്രൂ വിച്ച് ദ പർപ്പസ് ഓഫ് ദ സ്കൂൾ ഗെറ്റ്സ് മെറ്റീരിയലൈസ്ഡ്. സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ട്, അതായത് പഠനമായാലും കുട്ടികളുടെ മറ്റ് ആക്ടിവിറ്റീസ് ആയാലും ബ്രേക്ക് ആയാലും എല്ലാ കാര്യങ്ങളും, ടീച്ചേഴ്സിന്റെ ക്ലാസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാം ഒരു ഈക്വലൈസ് ചെയ്ത് തുല്യതയോടെ കൊണ്ടുപോകുന്നത് ഈ ടൈം ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. A school timetable is a plan showing the daily allotment of time among the several objects and activities. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് അതിനകത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു സ്കൂൾ ടൈം ടേബിളിൽ വരുന്നത്? ടൈം ഓഫ് ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ സ്കൂൾ ഡേ. ഒരു രാവിലെ എപ്പോൾ തുടങ്ങി വൈകുന്നേരം എത്ര മണി വരെയാണെന്നുള്ളത്. പിന്നെ ഓരോ ക്ലാസ് പീരീഡിന്റെ ബിഗിനിങ്ങും എൻഡിങ്ങും, സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ്. അതായത് നമുക്കറിയാം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്ലേ ടൈം, ലിഷർ ടൈം കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ അവർക്ക് മറ്റു വർക്ക് എക്സ്പീരിയൻസ് പോലെ കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫേർഡ് എല്ലാം നമ്മൾ ടൈം ടേബിളിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഡേ ഓൺ വിച്ച് ഈച്ച് ക്ലാസ് ആൻഡ് ഈച്ച് ആക്ടിവിറ്റി മീറ്റ്. അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരേണ്ട ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. അല്ല വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതെ മ്യൂസിക് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വീക്ക്ലി വൺസ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് വരും. നെയിം ഓഫ് ദി ടീച്ചേഴ്സ് ഇൻ ചാർജ് ഓഫ് ഈച്ച് ക്ലാസ് ആൻഡ് ആക്ടിവിറ്റി. അതേപോലെ ഓരോ ക്ലാസിന്റെ ടീച്ചർ ഇൻ ചാർജ് ആരാന്നും, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി മീൻസ് ഓരോ പീരീഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ളത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. റൂം ഇൻ വിച്ച് ഈച്ച് ക്ലാസ് മീറ്റ്. ഓരോ ക്ലാസ്സിലും അല്ലെങ്കിൽ ഓരോ ടൈമിലും ഫസ്റ്റ് പീരീഡിൽ ഏത് ടീച്ചർ ഏത് ക്ലാസ് റൂമിലാണ്, അങ്ങനെ നമുക്കറിയാം. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചതാണ് എന്താണ് ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ടൈം, ലെങ്ത് ആൻഡ് നമ്പർ ഓഫ് റെസസ് പീരീഡ്സ്. അതേപോലെ റെസസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് ആയിട്ടുള്ള സമയങ്ങൾ, കുട്ടികൾക്ക് വലിയ താല്പര്യമില്ലാതെ മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന്. Importance of timetable. Timetable is important for the following reasons. എന്തുകൊണ്ടാണ് ടൈം ടേബിൾ ഇമ്പോർട്ടന്റ് ആവുന്നതെന്നാണ് പറയുന്നത്. ടൈം ടേബിൾ എൻഷുവേഴ്സ് ഓർഡർലി വർക്ക്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. കൃത്യമായിട്ടൊരു പ്രോപ്പർ ഓർഡറിൽ മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം ടേബിൾ വേണം. ഇറ്റ് പ്ലേസസ് പ്രോപ്പർ പേഴ്സൺസ് അറ്റ് പ്രോപ്പർ ക്ലാസ്സസ് അറ്റ് പ്രോപ്പർ ഇൻ പ്രോപ്പർ മാനർ. കൃത്യമായിട്ട് ഇന്ന ക്ലാസ്സിൽ ഇന്ന ആള് അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് ആണെന്നുള്ള ഒരു പ്രോപ്പർ രീതിയിൽ ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ടൈം ടേബിൾ സേവ്സ് ടൈം ആൻഡ് എനർജി ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പ്യൂപ്പിൾസ് ബൈ പ്രിവെന്റിങ് ഡിഗ്രഷൻസ് ആൻഡ് കൺഫ്യൂഷൻസ്. അതേപോലെ ടൈം ടേബിൾ ആണ് ടീച്ചർമാർക്ക്, നമുക്കറിയാം കൃത്യമായിട്ട് ഒരു ടൈം കൃത്യമായിട്ട് അവരെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ ടീച്ചേഴ്സിന്റെ എനർജി എന്ന് ഇവിടെ പറയാൻ കാരണം എല്ലാ ടീച്ചേഴ്സിനും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും എടുക്കാൻ പറ്റത്തില്ല. കാരണം ടീച്ചറാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, അപ്പോൾ അത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് അവർക്ക് ഇടയ്ക്ക് ഒരു ഫ്രീ പീരീഡ് കൊടുക്കും. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഏത് ടീച്ചറാണ് ഏത് സമയത്താണ് ഫ്രീ ആയിട്ട് വരേണ്ടത്, അപ്പോൾ ആ സമയത്ത് മറ്റ് ക്ലാസ്സിൽ ടീച്ചർ ഇല്ലാതെ ആകരുത്. ഇതെല്ലാം നമ്മൾ ആദ്യമേ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇറ്റ് പ്രിവെന്റ്സ് ഡ്യൂപ്ലിക്കേഷൻ, ഓവർലാപ്പിംഗ് ഓർ ക്ലാഷസ്. അതേപോലെ ചിലപ്പോൾ ഒരു ടീച്ചർ തന്നെ 2 ക്ലാസ്സിൽ ഒരേ സമയത്ത് അലോട്ട് ചെയ്യപ്പെടാം. അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ വരാം, ചിലപ്പോൾ സബ്ജക്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരാം. അപ്പൊ അതൊന്നും ഇല്ലാതെ ഓൾറെഡി നമുക്കൊരു സ്കൂൾ തുറക്കുമ്പോഴേ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ക്ലാഷ് ഒന്നും ഇല്ലാതെ മുൻപോട്ട്, ടീച്ചേഴ്സിനാണെങ്കിലും ക്ലാഷ് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ അവരെ സഹായിക്കുന്നത് ടൈം ടേബിൾ ആണ്. ദ ടൈം ടേബിൾ എൻഷുവേഴ്സ് റൈറ്റ് അലോക്കേഷൻ ഓഫ് ടൈം ഫോർ ഡിഫറെന്റ് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്. അതേപോലെ
ഡിഫറെന്റ് സബ്ജക്ട്സിനും ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടുള്ള റൈറ്റ് ടൈം ആയിട്ടുള്ള അലോക്കേഷൻ അത് കൊടുക്കുന്നത് ടൈം ടേബിൾ ആണ്. ഇറ്റ് ഗീവ്സ് പ്രോപ്പർ വെയിറ്റേജ് ടു ലാംഗ്വേജസ്, സയൻസ് സബ്ജക്ട്സ് ആൻഡ് ആർട്സ് സബ്ജക്ട്സ്. നമുക്കറിയാം ലാംഗ്വേജിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അനുസരിച്ച് അത്രയും പീരീഡ് ലാംഗ്വേജ് പഠിക്കാനായിട്ട്, സയൻസ് മാത്സ് സബ്ജക്ട്സ് പഠിക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തോരമാണ്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ടീച്ചറിന് കുറച്ചുകൂടി സമയം വേണം ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ ടീച്ചർമാർക്ക് കുറച്ചുകൂടി പീരീഡിന്റെ എണ്ണം കൂടുതൽ വരും. അപ്പോൾ അത് നമ്മൾ പറയും. ആർട്ട് സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതായത് കുട്ടികൾക്ക് ഒരു ലിഷർ ടൈം അല്ലെങ്കിൽ ഫ്രീ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സബ്ജക്ട്സ് ആണ് അതൊക്കെ. ഇനി ടൈം ടേബിൾ എൻഷുർ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് എമംഗ് ടീച്ചേഴ്സ്. അതേപോലെ ടീച്ചേഴ്സിന് പ്രോപ്പർ ആയിട്ട് ഒരേപോലെ തുല്യമായിട്ട് എല്ലാവർക്കും വർക്ക് കൊടുക്കുന്നതിന് നമുക്ക് ടൈം ടേബിൾ സഹായിക്കും. ഇറ്റ് മേക്സ് ദ വർക്ക് ലോഡ് ഓഫ് ടീച്ചേഴ്സ് ബാലൻസ്ഡ് ആൻഡ് ഇക്വിറ്റബിൾ. അതേപോലെ അത് എല്ലാ ടീച്ചേഴ്സിനും ബാലൻസ്ഡും ഇക്വിറ്റബിൾ ആയിട്ട് വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അവരുടെ വർക്ക് ലോഡ് എല്ലാവർക്കും ഒരേപോലെ ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ടീച്ചറിന് കൂടുതൽ വർക്ക് അത് അവരെടുക്കുന്ന സബ്ജക്ട്സിനും അവർക്ക് കിട്ടുന്ന സാലറിനെയും കൂടിയും ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് പറയുന്നത്. ഒരു ടീച്ചറിന് ഒരേ റേഞ്ചിൽ സാലറി വാങ്ങുന്നവര് അല്ലെങ്കിൽ ഹൈസ്കൂൾ സെക്ഷനിലൊക്കെ പഠിപ്പിക്കുന്നവർക്ക് വരുമ്പോൾ ഫ്രീ ടൈം കുറച്ച് കുറയും. അപ്പൊ അവർക്ക് കുറച്ചുകൂടി വർക്ക് ലോഡ് കൂടുതലായിരിക്കും. ചിലപ്പോൾ അതേപോലെ തന്നെ സാലറി വാങ്ങുന്ന ഒരു ടീച്ചർ കുറച്ച് സമയം ഫ്രീ എടുത്ത് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഉള്ളിൽ ചിന്തിക്കും ഒരാൾക്ക് മാത്രം ഫ്രീ ടൈം അധികം ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഫ്രീ ടൈം ഇല്ല എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഉള്ളിൽ വരുന്ന ചിന്തകളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാനേജ്മെന്റ് ഇതെല്ലാം ആദ്യമേ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്ന ആള് പ്രിൻസിപ്പൽ ഇൻചാർജും അല്ലെങ്കിൽ കൺസേൺഡ് ഇൻചാർജ് ടീച്ചേഴ്സ് ഒക്കെ തമ്മിലാണ് ഇത് ചെയ്യുന്നത്. ഇനി the timetable inculcates habits of orderliness, steadiness, regularity and alertness in pupil and teachers. കുട്ടികളിലും ടീച്ചേഴ്സിലും ഓർഡറിൽ പോകുന്നതിനും സ്റ്റഡിനെസ്സിനും റെഗുലാരിറ്റിക്കും അലേർട്ട്നെസ്സിനൊക്കെ ഈ ടൈം ടേബിൾ സഹായിക്കും. ടൈം ടേബിൾ സാറ്റിസ്ഫൈ ദ സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് പീപ്പിൾ. ഇറ്റ് ഗീവ്സ് ജോയ്, കണ്ടന്റ്മെന്റ് ആൻഡ് വെറൈറ്റി ഓഫ് ദം. Timetable reflects the philosophy of school. It reveals the aims and ideas of the school. It indicates the nature of curricular and co-curricular activities. അതെല്ലാം നമുക്ക് ഒരു സ്കൂളിന്റെ ടൈം ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അവര് കരിക്കുലർ ആക്ടിവിറ്റീസിന് കോ-കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഒരു സ്കൂളിന്റെ നമുക്ക് എന്താ പറയുന്നത് അവരുടെ ഒരു ഫിലോസഫി ഓഫ് ദി സ്കൂൾ എന്ന് പറയുന്നേ ഉള്ളൂ. സ്കൂളിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ചില സ്കൂളുകളുണ്ട്, സിറ്റിയിലുള്ള സ്കൂളുകളൊക്കെ ആണെങ്കിൽ അവർ ഈ ഫാമിങ്ങിനും അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുന്നത് മറ്റ് ഫർദർ കോ-കരിക്കുലർ ആക്ടിവിറ്റീസിന് ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു വില്ലേജ് ലെവലിൽ വരുന്ന സ്കൂളുകളൊക്കെ ആണെങ്കിൽ അവിടെ കുറച്ചുകൂടി ഫാമിംഗ് അല്ലെങ്കിൽ എന്താ പറയുന്ന കുട്ടികളുടെ മറ്റ് കളിക്കുന്ന സമയം അതിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് എന്നാണ് നമ്മളുടെ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കിനി പല രീതിയിലുള്ള ടൈം ടേബിൾ ഉണ്ട്, അതിനെ കുറിച്ചാണ് അടുത്തത് നോക്കുന്നത്. ടൈപ്സ് ഓഫ് ടൈം ടേബിൾ. There can be consolidated timetable showing everything, but it is better to maintain separate timetable such as class timetable വേറെ ആയിരിക്കണം, ടീച്ചേഴ്സ് ടൈം ടേബിൾ വേറെ ആയിരിക്കണം. അതേപോലെ ലീവ് എടുക്കുന്ന ടീച്ചറിനെ വെച്ചിട്ട് ടീച്ചേഴ്സ് വേക്കൻറ്റ് പീരീഡ് ടൈം ടേബിൾ, ആക്ടിവിറ്റീസ് ടൈം ടേബിൾ, റൂം ടൈം ടേബിൾ ഷോയിങ് വർക്ക്, ക്ലാസ് and the teacher in relation to each room, homework timetable and consolidated timetable for the whole school, consolidated timetable for the whole. ഒരു ഏഴാമത്തെ പോയിന്റ് വരുന്നത് ടൈം ടേബിൾ ഹോംവർക്ക് ആൻഡ് ആട്ടോ ഏഴാമത്തെ പോയിന്റ് ആട്ടോ കൺസോളിഡേറ്റഡ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സ്കൂളിൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് ടൈം ടേബിൾ വേണം, ടീച്ചേഴ്സിന് വേണം. അതേപോലെ ഒരു ദിവസം ഒരു ടീച്ചർ ലീവ് ആണെങ്കിൽ അതിനനുസരിച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വേണം. ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ടൈം ടേബിൾ, സ്കൂൾ ആക്ടിവിറ്റി മോർണിംഗിൽ നമ്മളുടെ അസംബ്ലി, ഈവനിങ്ങിൽ ചിലപ്പോൾ ചില സ്കൂളുകളിൽ നൂണിൽ പ്രയർ ഉണ്ടാവും, ചില സ്കൂളുകളിൽ ഈവനിങ്ങിൽ. ഇപ്പൊ എല്ലായിടത്തും തന്നെ നാഷണൽ ആന്തം അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അതിനെല്ലാം സ്കൂൾ ആക്ടിവിറ്റീസിനൊക്കെ സെപ്പറേറ്റ് ടൈമിംഗ് വെച്ചിട്ട് വരുന്ന ടൈം ടേബിൾ ഒക്കെയാണ് പല രീതിയിലുള്ള ടൈം ടേബിൾ പറയുന്നത്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈം ടേബിൾ കൺസ്ട്രക്ഷൻ. ഒരു ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The education department has fixed the hours of the school day. Education department ഓരോ സ്കൂളിലേക്കും ഇത്ര അവേഴ്സ് നമുക്കറിയാം. സ്കൂൾ ടൈമിംഗ് 9 to 5 വരാം, ചില സ്ഥലത്ത് 8 to 3 വരും, ചില സ്ഥലത്ത് 9 to 4. അതായത് അത് ഓരോ സ്കൂളിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് അസൈൻഡ് ഫിക്സ്ഡ് നമ്പർ ഓഫ് പീരീഡ്സ് ഫോർ ഈച്ച് സബ്ജക്ട് ആസ് വെൽ. അതേപോലെ ഓരോ സ്കൂളിലും ഓരോ സബ്ജക്റ്റിന് നോർമലി നമുക്കറിയാം ഇത്ര പീരീഡ് കൊണ്ട് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര പീരീഡ് വേണം എന്നുള്ളതും അസൈൻ ചെയ്തിട്ടുണ്ടാവും. എവറി സ്കൂൾ ഹാസ് ടു ഒബേ ദീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ എല്ലാ സ്കൂളും ഇത് ഒബേ ചെയ്യേണ്ടതാണ്, ഈ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഒബേ ചെയ്യേണ്ടതാണ്.
These regulations help to bring about uniformity in schools. അതേപോലെ ഇത് സ്കൂളിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ റൂൾസും റെഗുലേഷൻസ് ഒക്കെ സഹായിക്കും. ടൈം ടേബിൾ ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്സ് ഓഫ് സ്കൂൾസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് സ്കൂളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടൈം ടേബിൾ ഇൻ ബേസിക് സ്കൂൾ ഓർ ഇൻ എ ഡബിൾ ഷിഫ്റ്റ് സ്കൂൾ വിൽ ബി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ഓർഡിനറി സ്കൂൾസ്. അതേപോലെ ഒരു നോർമൽ സ്കൂളിലെ ഷിഫ്റ്റ് ടൈം ടേബിൾ ആയിരിക്കണം എന്നില്ല ഡബിൾ ഷിഫ്റ്റ് വരുന്ന സ്കൂളിൽ. അവിടെ അപ്പോൾ മോർണിംഗ് ഈവനിങ് ബാച്ച് ഒക്കെ വേർതിരിച്ചിട്ട് പിള്ളേർ വരും. അതേപോലെ ടീച്ചേഴ്സിനും ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ഒരു ടൈം ടേബിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട മാനദണ്ഡങ്ങളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. The important principles of timetable construction are given below. ഇനി അതിന്റെ ഓരോ പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഒന്നാണ് റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ആൻഡ് ഡിഫിക്കൽറ്റി ഓഫ് സബ്ജക്ട്സ്. റിലേറ്റീവ് ഇമ്പോർട്ടൻസ്. സബ്ജക്ട് സ്ട്രെസ്ഡ് ഇൻ റൂറൽ ഏരിയാസ് മേ ബി ലെസ് ഇമ്പോർട്ടന്റ് ഇൻ അർബൻ ഏരിയാസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ചില അർബൻ ഏരിയാസിലെ സബ്ജക്ട്സും അതേപോലെ റൂറൽ ഏരിയാസ് സബ്ജക്ട്സ് ചിലപ്പോൾ അവർ പഠിക്കുന്നുണ്ടാവും, പക്ഷെ അത് പഠിപ്പിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് രണ്ടും രണ്ട് രീതിയിലായിരിക്കും. ചിലപ്പോൾ ഒരു സിറ്റിയിൽ കുറച്ചുകൂടി ഇംഗ്ലീഷ് കുറച്ചുകൂടി ചിലപ്പോൾ സബ്ജക്ട്സ് അത്ര സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കണം ഇല്ലാത്ത സബ്ജക്ട്സ് ചിലപ്പോൾ റൂറൽ ഏരിയസിൽ കുറച്ചധികം സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടാവും. അതിനൊരു എക്സാമ്പിൾ ആണ് ഗാർഡനിങ് ആൻഡ് നേച്ചർ സ്റ്റഡി മേ റിസീവ് മോർ അറ്റൻഷൻ ഇൻ റൂറൽ സ്കൂൾസ്. ഗാർഡനിങ്ങും നേച്ചറിൽ നേച്ചർ സ്റ്റഡി, നമ്മുടെ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ടുള്ള പഠനങ്ങളൊക്കെ റൂറൽ സ്കൂൾസിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുത്ത് ചെയ്യിപ്പിക്കും. ബട്ട് നോട്ട് സോ ഇൻ സിറ്റി സ്കൂൾസ്. ഈ ഇടയ്ക്കാണ് സിറ്റികളിലൊക്കെ അങ്ങനെയുള്ള കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് gardening and nature study may receive more attention in rural schools but not so in city schools. City school ഇത് അധികം ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കണമെന്നില്ല. ഇപ്പൊ നമ്മളുടെ ഇവിടെ കുറെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മളുടെ ഇവിടങ്ങളിലും ഇങ്ങനെ നേച്ചർ ക്ലബ്ബ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് റിലേറ്റഡ് സ്റ്റഡീസ് ഒക്കെ സിറ്റി സ്കൂളുകളിലും തുടങ്ങിയത്. അപ്പോൾ സ്ട്രെസ് കൊടുക്കുന്നത് പല രീതിയിലാവാം. ചിലപ്പോ നമ്മളുടെ റൂറൽ സ്കൂളിൽ വരുമ്പോൾ അവിടെ ഈ നാച്ചുറൽ സ്റ്റഡിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഗാർഡനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സ്കൂൾ സമയത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കും. പക്ഷെ അർബൻ സ്കൂൾസിൽ അങ്ങനെ മാറ്റിവെക്കണം നിർബന്ധമില്ല. അപ്പൊ അവരുടെ രണ്ട് രീതിയിലും അവര് രണ്ടുപേരും ക്രിയേറ്റ് ചെയ്യുന്ന ടൈം ടേബിൾ പല രീതിയിലാവും. അതായത് സ്കൂളിൽ എന്തിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഇമ്പോർട്ടൻസും അതേപോലെ ഒരു സബ്ജക്ട് പഠിക്കാനുള്ള ഡിഫിക്കൽറ്റിയും കൂടിയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. സയൻസ് ആൻഡ് ടെക്നോളജി may require more periods in the high schools now than history, economics or craft. നമുക്കറിയാം ഹൈ സ്കൂളുകളിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൊക്കെയാണ് കൂടുതൽ പീരീഡ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഹിസ്റ്ററി, എക്കണോമിക്, ക്രാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്നത്. അടുത്തത് ഇൻസിഡൻസ് ഓഫ് ഫാറ്റിഗ്യൂ. ഫാറ്റിഗ്യൂവിന്റെ അർത്ഥം നമുക്കറിയാം ക്ഷീണം എന്നുള്ള വാക്കാണ്. അതായത് കുട്ടികൾക്ക് കുറെ രാവിലെ തുടങ്ങി പഠിച്ചു കഴിയുമ്പോഴേക്കും ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ പോലെ ഇരിക്കും, കുറെ തവണ ഇത് സ്പീഡിൽ പറഞ്ഞു പോകും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സബ്ജക്ട്സ് ഒക്കെ കേൾക്കുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു മടുപ്പ് വരും. കുട്ടികളാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. കാരണം ഇവര് രാവിലെ ഒരു 9, ചില സ്കൂളുകളിൽ 8 മണിക്ക് ക്ലാസ് തുടങ്ങി. 8 മണിക്ക് ഇവര് വന്നിരിക്കുമ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഉറക്കത്തിൽ എണീറ്റ് വരുന്നു, അവർക്ക് അതിന്റെ ക്ഷീണം, തളർച്ച. പിന്നെ ചിലവർക്ക് ചിലപ്പോൾ തലേന്ന് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാത്ത കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അവർ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങും. പിന്നെ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ എത്ര നല്ല ഫ്രഷ്നെസ് വന്നിരുന്ന കുട്ടിയാണെങ്കിലും മാക്സിമം ഒരു കുട്ടിയുടെ ബ്രെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ ശ്രദ്ധിച്ചിരിക്കുന്നത് 20 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അതിനുശേഷമുള്ള സമയം ആരുടെയും ശ്രദ്ധ തെറ്റും, നമ്മളുടെ അടക്കം ശ്രദ്ധ തെറ്റുന്ന കാര്യമാണ്. അപ്പോ ഒരു ആദ്യത്തെ 2 പീരീഡ് ഒക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചിരിക്കും. ഉച്ചയാകുന്ന ഒരു സമയമാകുമ്പോഴേക്കും കോൺസെൻട്രേഷൻ തെറ്റും. വീണ്ടും ഉച്ചയ്ക്കുള്ള ഫസ്റ്റ് പീരീഡ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം സോഷ്യൽ സയൻസ് ഒക്കെ വെച്ചാൽ നമ്മളെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. ആ പീരീഡ് നമുക്കറിയാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫസ്റ്റ് പീരീഡ് കയറി കഥ എങ്ങാനും കേൾക്കാനിരുന്ന് കഴിഞ്ഞാൽ തീർന്നു, അന്ന് എല്ലാവരും ഉറങ്ങും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആ ഉച്ചയ്ക്കുള്ള ഫസ്റ്റ് പീരീഡിന് ശേഷം വരുന്നൊക്കെ പിന്നെയും കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കും. അപ്പോ നമുക്ക് മടുപ്പിക്കുന്ന ആ ഒരു സമയമൊക്കെ നോക്കിയിട്ട് വേണം സബ്ജക്ട്സ് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലാത്ത സബ്ജക്ട് ഏതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവര് നല്ല റെഡി ആയിട്ട് അവരുടെ ബ്രെയിൻ നല്ല ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. സം സബ്ജക്ട്സ് ആർ മോർ സാറ്റിസ്ഫൈയിങ് ദാൻ അതേഴ്സ്. ചില സബ്ജക്ട്സ് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ദാൻ അതേഴ്സ്. അതായത് ചിലതിന് കൂടുതൽ സമയം വേണം എന്ന് തന്നെയാണ് അർത്ഥം. സബ്ജക്ട് സച്ച് മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസ്. നമുക്കറിയാം ഇപ്പോൾ ഈ പ്രസന്റ് കണ്ടീഷനിൽ നമ്മളുടെ മക്കൾക്ക് മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് ഈ 3 സബ്ജക്ട്സ് ഓൾമോസ്റ്റ് CBSE സ്കൂളുകളിലടക്കം കുറച്ച് സ്ട്രെസ് കൊടുത്ത് പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ്. മാത്സ്
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് കുറച്ചധികം സ്ട്രെസ് കൊടുക്കണം, കുറച്ചധികം കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. ഷുഡ് ബി ടോട്ട് അറ്റ് എ ടൈം വെൻ ദ പ്യൂപ്പിൾ ഈസ് അറ്റ് ഹിസ് ബെസ്റ്റ്, വെൻ ഹിസ് ബ്രെയിൻ ഈസ് ഫ്രഷ്. അതായത് കുട്ടികളുടെ ബ്രെയിൻ എത്ര നേരമാണ് ഉണർന്നിരിക്കുന്നത് ആ സമയത്ത് പഠിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് സയൻസ് എന്ന് പറയുന്നത്. ഈച്ച് പാർട്ട് ഓഫ് ദ മോർണിംഗ് ഈസ് ജനറലി ബെറ്റർ ദാൻ ദ കറസ്പോണ്ടിങ് പാർട്ട് ഓഫ് ദ ആഫ്റ്റർനൂൺ. അല്ല, ഒന്നില്ലെങ്കിൽ മോർണിംഗ് ഏറ്റവും നല്ല ക്ലാസ് തുടങ്ങുന്നത് മാത്സിന്റെ പീരീഡ്, സയൻസിന്റെ പീരീഡ് ഒക്കെ വെച്ച് തുടങ്ങുന്നത് ഒന്നില്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആഫ്റ്റർനൂണിന് ശേഷം വരുന്ന നല്ല സമയത്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈച്ച് ചൈൽഡ് ഹാസ് എ വാർമിംഗ് അപ്പ് സ്റ്റേജ്, ഫുൾ വർക്കിംഗ് സ്റ്റേജ് ആൻഡ് ഫോളിംഗ് ഓഫ് സ്റ്റേജ് എവറി ഡേ. എല്ലാവർക്കും നമുക്കടക്കമുണ്ട്. ചിലപ്പോൾ നമുക്ക് രാവിലെ എല്ലാ ജോലികളും ചെയ്യാൻ ഭയങ്കര എനർജി ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ എനർജി കുറയാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഉച്ചയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ ചിലവർക്ക് കഴിക്കാത്തതിന്റെ ക്ഷീണം, കഴിച്ചവർക്കാണെങ്കിൽ അതിന്റെ ക്ഷീണം, അങ്ങനെയൊക്കെ ഉച്ചയ്ക്ക് നമുക്ക് കുറച്ച് ക്ഷീണം വരുന്ന സമയമുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ചുകൂടി നമുക്ക് എനർജി ആവും. പുറത്തൊക്കെ ഇറങ്ങി പറമ്പിലൊക്കെ ഇറങ്ങി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയം ഉണ്ടാവും. അത് തന്നെ കുട്ടികളുടെ ക്ലാസ് റൂമിലുണ്ട്. വാർമിംഗ് അപ്പ് സ്റ്റേജ് ഉണ്ട്, ഫുൾ വർക്കിംഗ് സ്റ്റേജ് ഉണ്ട്, ഫോളിംഗ് സ്റ്റേജ് ഉണ്ട്. ഇതെല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും നടക്കുന്ന കാര്യമാണ്. ഇൻ ദ ഫസ്റ്റ് പീരീഡ് പ്യൂപ്പിൾസ് ആർ വാംഡ് അപ്പ് ഓൺലി. ഫസ്റ്റ് പീരീഡിൽ അവർ വാംഡ് അപ്പ്, അത്യാവശ്യം ഒരു ഉണർന്നിരുന്ന നല്ല രീതിയിലായിട്ട് ഇരിക്കുന്നത്. ദ സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദെയർ ഫുൾ വർക്കിംഗ് സ്റ്റേജ്. സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും ആണ് കുട്ടികൾക്ക് ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ നന്നായിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന സമയം നമുക്ക് പറയാവുന്നത്. The fourth period is the falling of stage. Fourth period അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പായി തുടങ്ങി, ഇത്രയും നേരം ഇരുന്ന് ക്ലാസ് കേട്ടതിന്റെ എഴുതിയതിന്റെ മടുപ്പായി അവർക്ക് മൊത്തത്തിൽ അവർ ഡൗൺ ആവുന്ന ഒരു സമയമാണ്. ഇൻ ദ സെയിം മാനർ ഇൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ് ഓഫ് ദ ആഫ്റ്റർനൂൺ, അതേപോലെ സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡ് ഓഫ് ദ ആഫ്റ്റർനൂണിൽ ഉച്ചയ്ക്ക് ശേഷം, ഉച്ചയ്ക്ക് ഫസ്റ്റ് പീരീഡ് അല്ല, സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും അവരുടെ മെന്റൽ ഫ്രഷ്നെസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഫസ്റ്റ് പീരീഡിനെ അപേക്ഷിച്ച്, ഉച്ചയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് പീരീഡിനെ അപേക്ഷിച്ച് അവരുടെ മെന്റൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫ്രഷ്നെസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോ ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ നോൺ ബ്രേക്കിന് മുൻപുള്ള പീരീഡും നോൺ ബ്രേക്കിന് ശേഷമുള്ള പീരീഡും ഈ ഹെവിയർ ആയിട്ടുള്ള സബ്ജക്ട്സ്, അതായത് മാത്സ്, സയൻസ്, ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്ട്സ് മക്കൾക്ക് കൊടുക്കുന്നതിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് കൊടുക്കരുതെന്ന് തന്നെയാണ് ഓൾമോസ്റ്റ് പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്തൊക്കെ നമ്മൾ മറ്റ് സബ്ജക്ട്സ്, കുറച്ചുകൂടി മ്യൂസിക് ക്ലാസ്സുകൾ വരും, കരാട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം വെക്കും, ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ അവർക്ക് ആർട്ട് ചെയ്യുന്ന സമയം, അതെല്ലാം ഒന്നില്ലെങ്കിൽ നോൺ ബ്രേക്കിന് മുൻപുള്ള പീരീഡ് അല്ലെങ്കിൽ നോൺ ബ്രേക്കിന് ശേഷമുള്ള സമയത്തായിട്ട് അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത്, the first period of the for the fatiguing subjects therefore are the second and third period of the morning and the second period in the afternoon. അപ്പൊ ഇങ്ങനത്തെ മടുപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം, മാന്യം വരുത്തുക എന്നൊക്കെ ഈ ഫാറ്റിഗ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ആ ഒരു പീരീഡ് നമ്മൾ മോസ്റ്റ് അങ്ങനത്തെ ഉള്ള സബ്ജക്ട്സ് അത് കൂടുതൽ പഠിക്കേണ്ടത് മോർണിംഗിൽ സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡിലും ആഫ്റ്റർനൂണിൽ സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡും ഓൾമോസ്റ്റ് നമുക്കത് പഠിപ്പിക്കാം. ഇനി വൈൽ ദ വേഴ്സ്റ്റ് പീരീഡ് ഈസ് ദ ഓൾട്ടർനേറ്റീവ് പീരീഡ് അല്ലെങ്കിൽ ലാസ്റ്റ് പീരീഡ് ഇൻ ദ ആഫ്റ്റർനൂൺ. വേഴ്സ്റ്റ് പീരീഡ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും പൊട്ട സമയം, കുട്ടികളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു സമയം വരുന്നത് ഓൾട്ട് പീരീഡ് ഇൻ ദ ആഫ്റ്റർനൂൺ എന്നാ പറയുന്നത്. അടുത്തത്, the same principle is ആട്ടോ, ഓസ് അല്ല, ഈസ് ട്രൂ ഓഫ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക്. അതേപോലെ അത് നമ്മളുടെ ഡേയ്സ് ഓഫ് ദ വീക്കിലും പറയുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ട്യൂസ്ഡേയും വെനസ്ഡേയും ആണ് കുട്ടികളുടെ ബ്രെയിൻ ആണെങ്കിലും ഫുൾ വർക്കിംഗ് സ്റ്റേജിൽ അവരിയ്ക്കുന്ന കണ്ടീഷൻ, ഫുൾ വർക്കിംഗ് സ്റ്റേജിലായിട്ടിരിക്കുന്നത് ഈ ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കും. നമുക്കറിയാം സാറ്റർഡേ സൺഡേ കഴിഞ്ഞ് മക്കൾ എത്തുമ്പോഴേക്കും അവർക്ക് മൺഡേ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ ആ 2 ദിവസം അവർ ഫുള്ള് കളിച്ച് മെതിച്ച് അല്ലെങ്കിൽ അവർ പങ്കെടുത്ത പാർട്ടി, അതിന്റെ കുറെ വിശേഷങ്ങൾ, അതിന്റെ മെമ്മറീസ്, അവർ കണ്ട സിനിമകൾ, അതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ മൺഡേ. ട്യൂസ്ഡേ വെനസ്ഡേ മൺഡേ ഒരു ആഫ്റ്റർനൂൺ കഴിയുമ്പോഴേക്കും അവരൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. അവർ തിരിച്ച് നോർമൽ അവരുടെ പഠിക്കുന്ന ലോകത്തേക്ക് എത്തും. അത് കഴിഞ്ഞ് ഒരു ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ ആവുമ്പോഴേക്കും അവർ നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അതൊരു തേഴ്സ്ഡേ ഉച്ച വരെയൊക്കെ നല്ലതായിട്ട് പോകും. തേഴ്സ്ഡേ ഉച്ച കഴിയുമ്പോഴേക്കും അവർക്ക് പിറ്റേ ദിവസം ഫ്രൈഡേ ആണെന്നുള്ള ഒരു സന്തോഷം തുടങ്ങും. നമുക്കുണ്ടായിരുന്നു, സ്കൂളിൽ പഠിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഫ്രൈഡേ ആയി, പിറ്റേ ദിവസം ക്ലാസ് ഇല്ല, സൺഡേ ക്ലാസ് ഇല്ല, നമ്മളെല്ലാവരും സന്തോഷിക്കും. അത് തന്നെ മക്കളുടെ ഉള്ളിലും. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ അവർ പഠിക്കണം എന്നുള്ള ആഗ്രഹം നടക്കുന്ന ദിവസം 2 ഉള്ളൂ, ട്യൂസ്ഡേയും വെനസ്ഡേയും. പിന്നെ ഓരോ ഹാഫ് ഡേ വീതം കിട്ടും ഇടയ്ക്ക് പഠിക്കാനായിട്ട്. അടുത്തത്, ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഫാറ്റിഗ്യൂ ഇറ്റ് ഈസ് ബെറ്റർ there should be two recess periods.
റെസസിന്റെ അർത്ഥം എന്ന് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ മാന്യം ആയിട്ടുള്ള അവസ്ഥ. റെസസ് എന്ന് പറഞ്ഞതിന്റെ പ്രോപ്പർ മലയാളം കേട്ടോ. പീരീഡ്സ്. ഇറ്റ് ഈസ് ഓൾസോ ബെറ്റർ ടു ഹാവ് ബ്രേക്ക് ഫോർ ദ ഹോൾ സ്കൂൾ ഫോർ എ ഷോർട്ട് ഡ്രിൽ ഓർ ഗെയിം ഇൻ ദ മിഡ് ആഫ്റ്റർനൂൺ. മൈൻഡ് അല്ല, മിഡ് ആഫ്റ്റർനൂൺ ആണ്. അതായത് ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു, ഉച്ചയ്ക്ക് മുൻപുള്ള ആ പീരീഡും ഉച്ചയ്ക്ക് ശേഷമുള്ളതും പിന്നെ ലാസ്റ്റ് എത്തുന്നത് ഓരോ സ്കൂള് കഴിയുന്ന ലാസ്റ്റ് ഒക്കെ എത്തുമ്പോഴേക്കും പിള്ളേർക്ക് വീട്ടിൽ പോകാനുള്ള ആ സമയം നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പഠിപ്പിച്ച് അവർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ആ സമയമൊക്കെയാണ് കൂടുതലും ഡ്രില്ല്, മ്യൂസിക്, ആർട്ട് അങ്ങനെയുള്ള, അല്ലെങ്കിൽ സ്കൂളിന് മൊത്തത്തിന് ആ ഒരു ലാസ്റ്റ് ടൈമിൽ എന്തെങ്കിലും ചെറിയൊരു ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റുക, അങ്ങനെയുള്ളതൊക്കെ ഈ സമയത്ത് ഇവരുടെ ഈ ബ്രെയിൻ ഉണർന്നിരിക്കാത്ത സമയം. ഉണർന്നിരിക്കാത്തത് നമ്മൾ അങ്ങനെ ആക്കിയത് കൊണ്ടാണ് ആ രീതിയിൽ. അപ്പൊ സബ്ജക്ട്സ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ആൻഡ് ഡിഫിക്കൽറ്റി ഓഫ് സബ്ജക്ട്സ്. രണ്ടാമത്തത് ഇൻസിഡൻസ് ഓഫ് ഫാറ്റിഗ്യൂ, അതായത് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ സബ്ജക്ട്സ് അറേഞ്ച് ചെയ്യേണ്ടത്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് വെറൈറ്റി. ഇപ്പൊ ഈ ലിങ്ക് എപ്പോ കട്ടാവുന്ന അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇത് ഈ ചാപ്റ്ററിന് കുറച്ചുകൂടി ഉള്ളൂ, അതുകൊണ്ട് ഈ ലിങ്ക് കട്ടായി പോയാലും ഒന്നുകൂടെ ഒരു 15 മിനിറ്റ് മാക്സിമം കൂടുതൽ വരുള്ളൂ, ഒന്നുകൂടെ ഇതേ ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. ഈ ചാപ്റ്റർ കുറച്ചുകൂടെ ഉള്ളൂ, അതുകൊണ്ട് ഇതേ ലിങ്ക് ഉപയോഗിച്ച് ഒന്നുകൂടെ ജോയിൻ ചെയ്താൽ മതി. Principles of variety. Students will feel and dull if they are kept at the same subject for a number of periods. നമുക്കറിയാം പണ്ട് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ മാത്സ് വെറുപ്പിച്ചത് എങ്ങനെയാന്ന്. ഈ മാത്സ് പഠിപ്പിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ രാവിലെ തുടങ്ങി ചിലപ്പോൾ 2-3 പീരീഡ് ഒക്കെ അടുപ്പിച്ച് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ലതായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇച്ചിരി നമ്മൾ ഹൈസ്കൂൾ ലെവലൊക്കെ എത്തുമ്പോഴേക്കും ഇവർക്ക് ഇത് പഠിപ്പിച്ച് തീർക്കാൻ ഉള്ള ദിവസങ്ങൾ കുറഞ്ഞു, അല്ലെങ്കിൽ ഹർത്താൽ വന്നു, സ്ട്രൈക്ക് വന്നു, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറെ ദിവസം പോയി. പിന്നെ ടീച്ചറിന് ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ രാവിലെ മുതൽ 2-3 പീരീഡ് ഒരേ സബ്ജക്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. മാത്സ് അങ്ങനെ പഠിപ്പിക്കും, ഫിസിക്സോ കെമിസ്ട്രിയോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നമുക്ക് അറിയാം ഇതൊരു നമ്മളെ നശിപ്പിച്ചെടുത്തു, ആ സബ്ജക്ട് നമ്മളെ വെറുപ്പിച്ചെടുത്തത് ആ ടീച്ചറാന്നൊക്കെ ചില പിള്ളേർ ഇങ്ങനെ നിന്ന് പറയുന്ന കേൾക്കാം. It is better not to have the same subject for 2 consecutive periods. 2 അടുപ്പിച്ച് വരുന്ന പീരീഡുകളിൽ ഒരേ സബ്ജക്ട് പഠിപ്പിക്കരുത്. Leaving of course practical work in science, agriculture. The principle of variety applies to teacher also. ഒരേ ടീച്ചറിന് തന്നെയാണെങ്കിലും അത് ടീച്ചറിന് ഇത് ബാധകമാണ്. കാരണം ടീച്ചർ ഇവിടെ പഠിപ്പിക്കുന്നത് വേഗം ചെന്ന് അപ്പുറത്ത് പഠിപ്പിച്ചു. അപ്പൊ ടീച്ചറിന് സ്വാഭാവികമായിട്ടും അതൊരു മടുപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് പോകും. നമുക്ക് പോകുമെങ്കിലും കേട്ടോണ്ടിരിക്കുന്ന കുട്ടികൾക്കും അത് ബാധകമാണ്. A teacher of English, for instance, should not have 2 consecutive periods for oral lessons. ടീച്ചർ സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരിക്കും. ഒരു ക്ലാസ്സിൽ കയറി ഒരു ചാപ്റ്റർ ഇങ്ങനെ കുറെ പറഞ്ഞു, ആ പീരീഡ് കഴിഞ്ഞ് 40 മിനിറ്റ് കഴിഞ്ഞു, അടുത്ത ക്ലാസ്സിൽ കയറി വീണ്ടും ആ ടീച്ചർ അടുത്ത പിള്ളേരോട് ഇങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം അടുപ്പിച്ച് അവർക്ക് ഇങ്ങനെ ഈ ഓറൽ ലെസൺസ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാതെ റൈറ്റിംഗ് ലെസൺ ചെയ്യാം, കോമ്പോസിഷൻ നോക്കാം. അതേപോലെ ഒരു പീരീഡ് കോമ്പോസിഷൻ നമുക്ക് പീരീഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ടീച്ചേഴ്സ് കുറച്ച് സമയം അവരെ കൊണ്ട് എഴുതിപ്പിക്കും, കുറച്ച് സമയം അവരെ കൊണ്ട് വായിപ്പിക്കും, കുറച്ച് സമയം ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്കാണെങ്കിലും അത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മടുപ്പ് വരത്തില്ല, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണെങ്കിലും മടുപ്പില്ല, അത് കേട്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അത്രയും മടുപ്പ് അതിനകത്ത് വരുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അതിനെ പ്രിൻസിപ്പിൾസ് ഓഫ് വെറൈറ്റി എന്ന് പറയുന്നത്. വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറഞ്ഞതാട്ടോ. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വർക്കിംഗ് എമംഗ് മെമ്പേഴ്സ് ഓഫ് സ്റ്റാഫ് ഷുഡ് ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു ടീച്ചേഴ്സിന്റെ ഇടയിൽ നമുക്കറിയാം ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഹൈസ്കൂൾ ലെവലിന് ഒരു സാലറി റേഷ്യോ ആണ്, KG ലെവലിന് വേറെയാണ്, പ്രൈമറി പ്രീ പ്രൈമറി ലോവർ പ്രൈമറി ഒന്നായിട്ട് വരും, അപ്പർ പ്രൈമറി ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ ഗ്രേഡിന് വ്യത്യാസം വരുന്നതനുസരിച്ച് അവരുടെ സാലറിക്ക് വ്യത്യാസം വരും. അതേപോലെ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കും അവർ ചെയ്യുന്ന വർക്കിനും അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരേ റേഞ്ചിൽ നിൽക്കുന്ന ടീച്ചേഴ്സിന് അല്ലെങ്കിൽ ഒരേപോലെ സാലറി വാങ്ങുന്ന സ്ഥലത്തെ സ്റ്റാഫിന് തമ്മിൽ വർക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് അതൊരിക്കലും നീതിയോടെ പെരുമാറുന്നതല്ല. നമുക്കറിയാവുന്നവര് നമുക്ക് അതിലും ഇഷ്ടപ്പെടില്ല. നമ്മളുടെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരേപോലെയല്ലേ ചെയ്യുന്നത്. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ്. അതേപോലെ തന്നെയാണ് സ്കൂളിൽ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ സ്റ്റാഫിന് നമ്മുടെ സബ്ജക്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ നോൺ ടീച്ചിങ് സ്റ്റാഫിനാണെങ്കിലും
ഒരേപോലെ ചെയ്യേണ്ടത്, വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതും എല്ലാവരും അതായത് ആരാണോ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് അവർ ഒരേപോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റിസ്, നീതിയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അൺഈക്വൽ വർക്ക് എമംഗ് ദ സ്റ്റാഫ് മെമ്പേഴ്സ് കോസ് ഫ്രസ്ട്രേഷൻ ആൻഡ് ഹിൻഡേഴ്സ് പ്രോഗ്രസ്. അൺഈക്വൽ ആയിട്ടുള്ള വർക്ക് കൊടുക്കുമ്പോൾ, അതായത് തുല്യത അല്ലാതെ കൊടുക്കുമ്പോഴാണ് അവിടെ മുറുമുറുപ്പ്, അസ്വസ്ഥതകള്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കയറി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ രണ്ട് സെറ്റായിട്ട് തിരിയും. അത് സ്കൂൾ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കും. പിന്നെ അതേപോലെ സ്കൂളിന്റെ വളർച്ചയ്ക്കും അത് ദോഷകരമായിട്ട് ബാധിക്കും. ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചുറ്റുപാട് ഇതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അത് സ്കൂൾ ഫീൽഡിലും ബാധകമാണെന്ന് ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. അടുത്തത്, can should be allotted for different activity. No teacher should be required to teach a subject for which he is not fully qualified. Can should be allotted for different activities according to their importance. സ്കൂൾ കരിക്കുലം. അതായത് ഒരു ടീച്ചറിന് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് അറിയത്തില്ല എങ്കിൽ, നോട്ട് ഫുള്ളി ക്വാളിഫൈഡ് അല്ലെങ്കിൽ അത് നോ ടീച്ചർ ഷുഡ് ബി റിക്വയർഡ് ടു ടീച്ച് എ സബ്ജക്ട് ഫോർ. ഒരു ടീച്ചർ ആ സബ്ജക്റ്റിന് അത്രയും അത്രയും നല്ല കാലിബർ ഇല്ലാതെ, അത്രയും പഠിപ്പിക്കാനുള്ള കഴിവില്ല എങ്കിൽ ആ ടീച്ചർ ആ ഒരു സബ്ജക്ട് തന്നെ പഠിപ്പിക്കാതെ അവര് സ്കൂൾ കരിക്കുലമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ആക്ടിവിറ്റീസിലും അവര് കൂടുതൽ, അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലും മറ്റു കാര്യങ്ങൾ നടത്തുന്നതിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർ വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം എപ്പോഴും. അല്ലാതെ ആ ഒരു ടീച്ചറിന് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ ടീച്ചറിനെ പറ്റത്തില്ല, ആ അറിവ് കുറവ് വെച്ച് തന്നെ മറ്റ് ക്ലാസ്സുകളിലേക്കും വിടരുത്. അതുകൂടാതെ അല്ല അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റിയിരുത്തുകയോ ചെയ്യരുത്. അവരുടെ ചിലപ്പോൾ ഒരു ഫീൽഡിൽ അവർ കുറച്ച് ഡള്ളാണെങ്കിൽ മറ്റു ഫീൽഡിൽ അവർക്ക് കുറച്ച് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്. അവർ നന്നായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ അവർക്ക് ആ ഒരു ഫീൽഡിലായിരിക്കും കുറച്ചുകൂടി താല്പര്യം. അപ്പൊ ആ ഫീൽഡിൽ അവർക്ക് കുറച്ചുകൂടി ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് അവരെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. അപ്പോൾ ജസ്റ്റിസോടെ പെരുമാറുന്ന ഉദ്ദേശിച്ചത് ഇതേ ഉള്ളൂ. വർക്കിംഗ് ടൈം അല്ലെങ്കിൽ വർക്ക്, അവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സിന് കൊടുക്കുന്ന വർക്ക് ഈക്വൽ ആയിരിക്കണം. ഒരേ റേഞ്ചിൽ നിൽക്കുന്നവർക്ക് ഒരേപോലെ തന്നെ വർക്ക് കൊടുക്കണം. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ് ആ രീതിയിൽ ചെയ്യരുത്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലേ ആൻഡ് റിക്രിയേഷൻ. പ്ലേ ആൻഡ് റിക്രിയേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം, അവരുടെ ഒഴിവ് സമയമൊക്കെ എങ്ങനെയാണെന്നുള്ളതാ. റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ ആർ എസെൻഷ്യൽ ഫോർ ദ ചിൽഡ്രൻ. റിക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമാക്കുന്ന പറയുന്ന ഉല്ലാസം എന്നുള്ള രീതിയിലാണ്. റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ അത് കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ദ റെസസ് പീരീഡ് പ്രൊവൈഡ്സ് ഫോർ റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത പീരീഡുകൾ, നമ്മൾ ഭക്ഷണത്തിന് വരുന്ന നോൺ ബ്രേക്കിന് മുൻപുള്ള പീരീഡും നോൺ ബ്രേക്കിന് ശേഷമുള്ള പീരീഡുമാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പീരീഡ് വരുന്നത്. ഏറ്റവും പൊട്ട സമയം, അല്ലെങ്കിൽ കുട്ടികൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയം. അപ്പൊ ആ സമയങ്ങളിൽ കുട്ടികൾക്ക് ഡ്രില്ല് കൊടുക്കുക, അല്ലെങ്കിൽ മ്യൂസിക് ക്ലാസ്, ആർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവര് ആ സമയത്ത് അപ്പൊ കുറച്ചുകൂടി അത്ര മടുപ്പൊന്നും ഇല്ലാതെ കുറച്ചുകൂടി വൃത്തിയായിട്ട് അവർ പഠിച്ച് മുമ്പോട്ട് പോകും. കാരണം അപ്പൊ നമുക്ക് പീരീഡും നഷ്ടമല്ല, പഠിപ്പിക്കുന്ന ടീച്ചറിനും കുഴപ്പമില്ല. കാരണം മ്യൂസിക്കും ആക്ടിവിറ്റീസ് ടൈം ആവുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവർ നല്ല ഉണർന്നിരുന്ന് അല്ലെങ്കിൽ മടുപ്പില്ലാതെ അവർ ചെയ്യുന്ന സമയമാണ്. അതിനുശേഷം പിന്നീട് ക്ലാസ് എടുക്കാൻ വരുന്ന സയൻസ് ടീച്ചർ ആയാലും മാത്സ് ടീച്ചർ ആയാലും ഇപ്പൊ കുട്ടികളുടെയൊക്കെ ബ്രെയിൻ നല്ല ഉണർന്നവർ നല്ല എനർജറ്റിക് ആയിരിക്കും ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ പിന്നീട് വരുന്ന ടീച്ചറിനാണെങ്കിലും അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. Provision should be made to the best of the educational programs over the radio and television. അതേപോലെ കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, റേഡിയോയിലെയും ടെലിവിഷനിലൂടെയൊക്കെ വരുന്ന പ്രോഗ്രാംസ് ആ സമയത്ത് കാണിച്ചു കൊടുക്കുന്നതൊക്കെ അതായത് റെസ്റ്റിംഗ് ടൈമിൽ കുട്ടികളുടെ ഒക്കെ ആക്റ്റീവ് അല്ലാത്ത സമയത്ത് അവർക്ക് വെച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇനി 2 മിനിറ്റ് കാണിക്കുന്നത്, ഇത് കഴിയുമ്പോൾ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. പ്രിൻസിപ്പിൾസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇലാസ്റ്റിസിറ്റി പറയുന്നത് ടൈം ടേബിൾ ഷുഡ് ബി ഫ്ലെക്സിബിൾ ആൻഡ് നോട്ട് റിജിഡ്. അത് നമുക്ക് ടൈം ടേബിൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇപ്പൊ ഒരാൾക്ക് പറ്റിയില്ല, പകരം മറ്റൊരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറാവുന്ന പോലെയൊക്കെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നോട്ട് റിജിഡ്, അതൊരു സ്ട്രോങ് ആയിട്ട് നിർത്തരുത്. ഇറ്റ് ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ സെർവന്റ് നോട്ട് എ ടൈറന്റ് മാസ്റ്റർ. ഇതൊരു ഫെയ്ത്ത്ഫുൾ സെർവന്റ് ആയിരിക്കണം, വിശ്വാസ്യതയുള്ള ഒരു സെർവന്റ് ആയിട്ട് വേണം നമ്മൾ ടൈം ടേബിളിനെ കാണാൻ. അത് നമ്മളെ ഭരിക്കുന്ന മാസ്റ്റർ ആകരുത് ഒരിക്കലും. കാരണം ആ ടൈമിൽ ഇത് ചെയ്തില്ല എങ്കിൽ ചിലപ്പോ ഇന്ന പോലെ സംഭവിക്കുന്ന വിചാരിച്ച് പേടിച്ച് അങ്ങനെ ആകരുത്. ചെയ്തില്ല, ഇപ്പൊ എനിക്ക് ഇന്നിപ്പോ ഈ ക്ലാസ്സിന് കയറാൻ പറ്റിയില്ലെങ്കിൽ
പകരം വേറൊരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ വേക്കൻറ്റ് ടീച്ചേഴ്സ് വേറെ അലോട്ടഡ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓരോ സമയത്തും ഒരു ഫ്രീ ആയിട്ടുള്ള ടീച്ചറിനെ നമ്മൾ ടൈം ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ. അപ്പോൾ ഒരു ടീച്ചറിന് സപ്പോസ് ഒരു പീരീഡ് കയറാൻ പറ്റിയില്ലെങ്കിൽ അല്ല ലീവ് ആണെങ്കിൽ ആ വേക്കൻ്റ് ആയിരിക്കുന്ന ടീച്ചറിന് കയറാനും അതിനനുസരിച്ച് ക്ലാസ് മുൻപോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അപ്പോൾ ടൈം ടേബിൾ ഷുഡ് ബി ഫ്ലെക്സിബിൾ. ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ഓൾവേസ്. അടുത്തത് ഫ്രീ പീരീഡ്സ് ഫോർ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് ഫ്രീ പീരീഡ്സ് ഉണ്ടായിരിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു ടീച്ചേഴ്സിന് ഫ്രീ പീരീഡ് ഉണ്ട്. ഓൾ ടീച്ചേഴ്സ് മസ്റ്റ് ബി പ്രൊവൈഡഡ് സം ഫ്രീ പീരീഡ്സ്. എല്ലാ ടീച്ചേഴ്സിനും കുറച്ച് ഇടയ്ക്കൊക്കെ ആയിട്ട് ചിലപ്പോൾ സ്റ്റാഫ് കുറവാണെങ്കിലൊക്കെ മാത്രമേ ആഴ്ചയിൽ ഒരു ഫ്രീ പീരീഡ് ഒക്കെ വരത്തുള്ളൂ. ദീസ് ഫ്രീ പീരീഡ് ഷുഡ് ബി സ്കാറ്റേർഡ് ആൻഡ് നോട്ട് ക്ലസ്റ്റേർഡ് ഓവർ ദ ഹോൾ വീക്ക്. ആ ഒരു മുഴുവൻ ആഴ്ചയെയും ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ടീച്ചറിന് ഫ്രീ പീരീഡ് കൊടുക്കാനായിട്ട്. കാരണം ചിലപ്പോ ഒരു ടീച്ചർ ഇല്ലാതെ വരുമ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് കയറുന്ന ടീച്ചറിന് ചിലപ്പോൾ ഫ്രീ പീരീഡ് കിട്ടിയില്ല എന്ന് വരും. അങ്ങനെയുള്ളതൊക്കെ വരാറുണ്ട്. പിന്നെ അതേപോലെ ഫ്രീ പീരീഡ് കൊടുക്കുമ്പോൾ കുറെ ടീച്ചേഴ്സിന് ഒരുമിച്ച് ഫ്രീ പീരീഡ് കൊടുക്കരുത്. അതായത് നോട്ട് ക്ലസ്റ്റേർഡ്, ഒരു ഗ്രൂപ്പ് പോലെ കൊടുക്കരുത്. പിന്നെ ഓവർ ദ സ്കാറ്റേർഡ്, ഒരു അടുക്കും ചിട്ടിയില്ലാത്ത പോലെ അല്ല ഫ്രീ പീരീഡ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ആവശ്യം അനുസരിച്ചിട്ട് വേണം. അല്ലെങ്കിൽ ഇപ്പൊ ഇത്ര നേരം പഠിപ്പിച്ചു, രാവിലെ ഒരു 4 അവർ എടുത്തു, പിന്നെ ആ ടീച്ചറിന് വേണമെങ്കിൽ ടീച്ചേഴ്സിന്റെ ഫ്രീ പീരീഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈച്ച് ടീച്ചർ മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഫ്രീ പീരീഡ് എ ഡേ. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ഫ്രീ പീരീഡ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ടീച്ചേഴ്സ് ഹു ഡു കറക്ഷൻ വർക്ക് ഷുഡ് ബി ഗിവൺ മോർ ഫ്രീ പീരീഡ്സ്. അതേപോലെ കറക്ഷൻ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് കൂടുതൽ ഫ്രീ പീരീഡ് ഉണ്ടാവണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് സ്റ്റാഫ്, സ്കൂളിന്റെ സ്റ്റൈല്, പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇതിനെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അടുത്തത് മോഡേൺ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ടൈം ടേബിൾ. മോഡേൺ പ്രൊട്ടസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ടൈം ടേബിളിനെതിരായിട്ട് വരുന്ന അല്ലെങ്കിൽ ടൈം ടേബിളിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതുകൂടെ ഉള്ളൂ. ഞാനിപ്പോ തന്നെ അവസാനിപ്പിച്ചേക്കാം കേട്ടോ. ഈ ഒരു സ്ലൈഡ് കൂടെ ഉള്ളൂ. ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. It should be remembered that there can be no perfect timetable. നമുക്കറിയാം നമ്മൾ എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്ത് രീതിയിൽ കടന്ന് ടൈം ടേബിൾ ഉണ്ടാക്കിയാലും it should not be perfect. ഒരിക്കലും ഒരു ടൈം ടേബിളും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. As changes occur in the curriculum, number of teachers, school equipment, timetable requires modification. കരിക്കുലത്തിൽ വരുന്ന വ്യത്യാസം, സ്കൂളിലെ ടീച്ചേഴ്സിന്റെ എണ്ണം, സ്കൂൾ എക്യുപ്മെന്റ്സ്, സ്കൂളിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ എണ്ണം, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ടൈം ടേബിൾ. അല്ലെങ്കിൽ ടൈം ടേബിളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഈ കാര്യങ്ങളിലെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും. Some educationists advocate abolition of timetable. Each child has his own preference and speed of working. Left to himself, he would learn better. അതായത് ചില സം എഡ്യൂക്കേഷനിസ്റ്റ് അഡ്വക്കേറ്റ്, ചിലവർ വാദിക്കുന്നതാണ്, എഡ്യൂക്കേഷണലിസ്റ്റ് എന്താ പറയുന്നത്, വിദ്യാഭ്യാസകര് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംരംഭകരൊക്കെ വാദിക്കുന്നതാണ്. ഈച്ച് ചൈൽഡ് ഹാസ് ഹിസ് ഓൺ ടേസ്റ്റ് പ്രിഫറൻസ്. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രിഫറൻസുകൾ ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഓരോരുത്തരുടെ രീതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് സ്പീഡ് ഓഫ് വർക്കിംഗ്, ഓരോ കുട്ടിക്കും പ്രിഫറൻസുകൾ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. ചിലപ്പോൾ എനിക്ക് മാത്സ് പൊതുവെ ഇഷ്ടമാണ്, എല്ലാവർക്കും അതേപോലെ മാത്സ് ഇഷ്ടമാകണം എന്നില്ല. ഒരു ക്ലാസ്സിൽ തന്നെ മാത്സ് ഇഷ്ടമുള്ള കുട്ടികളും ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ കുട്ടികൾക്കും അതെന്താ പറയുന്നത്, അവരുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. ആൻഡ് സ്പീഡ് ഓഫ് വർക്കിംഗ്, പഠിക്കുന്നതിന്റെ ലെവലിനും അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിന്റെ ലെവലിനും വ്യത്യാസമുണ്ട്. ലെഫ്റ്റ് ടു ഹിംസെൽഫ് ഹി വുഡ് ലേൺ ബെറ്റർ. അത് അവൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അവൻ നന്നായിട്ട് പഠിക്കണമെന്നുള്ളത് അവന് തന്നെ വിട്ടുകൊടുക്കുക. ഇൻ ഡാൽട്ടൺ പ്ലാൻ, ദ പ്രൊജക്ട് മെത്തേഡ്. ഡാൽട്ടൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന സയന്റിസ്റ്റ് പോലുള്ള ഒരാളാട്ടോ. ഡാൽട്ടൺ പ്ലാൻ, പ്രൊജക്ട് മെത്തേഡ് ആൻഡ് ബേസിക് എഡ്യൂക്കേഷൻ, വി ഫൈൻഡ് നോ റിജിഡ് ടൈം ടേബിൾ. അദ്ദേഹത്തിന്റെ പ്ലാനിൽ അല്ലെങ്കിൽ പ്രൊജക്ട് മെത്തേഡിൽ എങ്ങനെയാണ് സ്റ്റഡീസ് പോകുന്നത് എന്നുള്ള പ്രൊജക്ട് മെത്തേഡിൽ നമുക്ക് ഒരിക്കലും ഒരു റിജിഡ് ടൈം ടേബിൾ കാണാൻ പറ്റത്തില്ല. ഇൻ പ്രോഗ്രാംഡ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് മെഷീൻസ് വി ഫൈൻഡ് സെൽഫ് സ്റ്റഡി ഓഫ് പ്യൂപ്പിൾ. പ്രോഗ്രാംഡ് ലേണിംഗിലും അതേപോലെ ടീച്ചിങ് മെഷീൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് സെൽഫ് സ്റ്റഡി ഓഫ് പ്യൂപ്പിൾസ് ആണ്. കുട്ടികളുടെ സ്വയം പഠിക്കുന്നതാണ് സെൽഫ് സ്റ്റഡി. All this is true, but timetable will have its dignified place in all ordinary classroom teaching. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. അതായത് ചിലവരുണ്ട്, അതായത് സെൽഫ് സ്റ്റഡി എന്നുള്ള വാക്ക് മനസ്സിലാക്കി അതിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് പഠിക്കുന്ന കുട്ടികളുണ്ട്. എന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും പഠിക്കാത്ത കുട്ടികളും ഉണ്ട്. അപ്പൊ ചില മക്കളുണ്ടാവും
അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി, കുറച്ചത് ചിന്തിച്ച് വീട്ടിൽ പോയിരുന്ന, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നവരുണ്ട്, ചിലവർക്ക് അത് ഹാർഡ് വർക്ക് ചെയ്യാതെ മനസ്സിലാവുന്നവരുണ്ട്, എന്നാൽ ചിലവർക്ക് നമ്മൾ എങ്ങനെയൊക്കെ പഠിപ്പിച്ചാലും പഠിക്കണം എന്നുള്ള താല്പര്യം ഇല്ലാത്തവരുണ്ട്. അപ്പോ ഇത് നമുക്ക് ഒരിക്കലും ടൈം ടേബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും ഇത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളിവിടെ ഈ പറഞ്ഞ സെൽഫ് സ്റ്റഡിയുടെ കാര്യമാണെങ്കിലും അതേപോലെ ഒരു ടൈം ടേബിൾ, റിജിഡ് ടൈം ടേബിൾ ഇപ്പൊ ഈ ഡാൽട്ടൺ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം സത്യമാണെങ്കിലും ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓർഡിനറി ക്ലാസ് റൂം ടീച്ചിങ്ങിന് ടൈം ടേബിൾ ഹാവ് ഇറ്റ്സ് ഡിഗ്നിഫൈഡ് പ്ലേസ്. ടൈം ടേബിളിന് അതിൻ്റെതായ ഒരു വലിയ എന്താ പറയുന്നത് ഡിഗ്നിഫൈഡ് പ്ലേസ് ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. മനസ്സിലായോ? ഞാൻ കുറച്ച് സ്പീഡിലെടുത്തു, ഇത് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തുന്നേ ഉള്ളൂ. ലാസ്റ്റത്തെ ഒരു പാരഗ്രാഫേ ഉണ്ടായിരുന്നുള്ളൂ തീർക്കാനായിട്ട്.